ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പറഞ്ഞാൽ വേറൊന്നുമല്ല. ഇന്നലെ നമുക്കൊരു എപ്പിക്കിനെ കിട്ടിയത് ഫ്രീ സ്പിന്നിൽ 150 ആൾക്കാരിൽ എപ്പിക്ക് കിട്ടിയോണ്ട് ഞാൻ അതിൽ പാക്ക് ഓപ്പണിങ് ചെയ്യണില്ല. ബാക്കി എല്ലാവരും തേമ്പി വിടുന്ന ഞാൻ കണ്ടു. ബ്ലാക്ക് മാമ്പ ഗെയിമിനൊക്കെ എത്രയോ ഇത് കൊടുത്തിട്ട് തേമ്പി വിട്ടിട്ടുണ്ട്, കോയിൻസൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ അങ്ങനെ വരെ തേമ്പി വിട്ടാൽ പിന്നെ തേമ്പി വിടാക്കാൻ സാധ്യത ഇല്ല. ഇതിലൊരു ബാക്ക് ഓപ്പണിങ് ഉണ്ടാവും മിക്കവാറും. അതാണ് നല്ലത്. 10 ദിവസം അങ്ങനെ പോവുകയും ചെയ്യും. ഇത് ബാക്ക് ഓപ്പണിങ് നമ്മൾ ട്രൈ ചെയ്യുന്നതാണ്. അത് ഈ വരുന്ന വ്യാഴ്ച കഴിഞ്ഞിട്ടുള്ള വ്യാഴ്ചയാണ് പോകാൻ കേട്ടോ. ഗോളായിട്ട് പെനാൽറ്റി ശവിച്ചങ്കോ കിട്ടിയാലും ഇതിലൊന്നും പ്രശ്നമൊന്നുമില്ല. എന്തായാലും കിട്ടണം ഉണ്ടല്ലോ. അതായത് ഇതിൽ നമ്മൾ കളിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്രാവശ്യം നമുക്കൊരു 16 സ്പിന്നൊക്കെ ആവും എന്നാണ് വിചാരിച്ചത്. 16 15 ആവില്ലേ. ഇതിൻ്റെ ഇതിൽ പോയിട്ട് ക്ലിയർ ഒബ്ജക്റ്റീവ് ചാൻസ് ഒരു മാച്ചസ് ജയിച്ചാൽ ഇതും കിട്ടുക. മൊത്തം ഞാൻ വാരിക്കോരി നമ്മളെടുക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവനാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. സാവിയോള റിവ്യൂ ആയിട്ടാണ് നമ്മൾ പ്ലെയർ വിത്ത് ഗെയിം പ്ലെയർ റിവ്യൂ ആണ്. നമുക്ക് കിടിലൻ കാർഡ് തന്നെയാണ്. ബെസ്റ്റ് കാർഡ് എവറാണെന്നൊക്കെ പറയാനുണ്ട്. ഇത് 8 പക്ഷേ നമുക്ക് ഹൈറ്റ് കുറവാട്ടോ. ഹെഡിങ് 72 ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ നോക്കി കിടിലൻ ഇതാണ് ഉള്ളത്. സ്പീഡ്, ആക്സലറേഷൻ, ബാലൻസ്, ഫിനിഷിംഗ് ഉണ്ട് 96. അവൻ പൊട്ടിച്ച ഗോളാണ്. പിന്നെ പോരാത്ത ഞാൻ കുറേ സ്കില്ലും കൊടുത്തിട്ടുണ്ട്. എന്തായാലും കിടിലൻ തന്നെയാണ്, ഒന്നും പറയാനില്ല. സ്പ്രിൻ്റ് ചെയ്ത് ഓടിയാൽ മതി. ആക്സലറേഷൻ ഫസ്റ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും കളിയിൽ കാണാം. പിയും ഇത് നമ്മൾ സാവിയോൾക്ക് വേണ്ടി കളിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് സാവിയോൾക്ക് മകൻ കളിക്കാൻ പോലെ വിചാരിച്ച് അതുകൊണ്ടോട്ടെ ചൂസ് ചെയ്ത്. സാവിയോള് ഫോമിലൊന്നുമല്ല. 2 ജാവിയറായിട്ട് ഇപ്പോൾ നമ്മൾ സ്കോറിൽ സെനറ്റി ആൻഡ് സാവിയോള ഫുൾ ഫോം എന്തെങ്കിലും കളിച്ചാൽ മതി. ഇതാട്ടോ ഓരോ ടീം. ഞാൻ പറഞ്ഞു ഈ അറ്റാക്ക് മിഡിൽ ഫീൽഡറിൻ്റെ അയക്കുന്ന ഇത് വരുന്നു. പ്ലെയർ ടു വാച്ച് ഇല്ലേ, അത് അറ്റാക്ക് മിഡിൽ ഫീൽഡർ ഉള്ള സാറിനോടാണ്. എന്തായാലും നമുക്ക് കളിയിൽ കാണാനേ കഴിയും. ഇതൊന്നും കളിയിൽ പോവാം. പക്ഷെ അങ്ങനെ സാവിയോളൊക്കെ കിട്ടിയിട്ടുണ്ട്. സാവിയോളിലേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഇതിലൊന്നും എടുക്കരുതെന്നാണ് എനിക്ക് തോന്നാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ സാവിയോള കൊളാക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത് സാവിയോളൊക്കെ ഉള്ളതാണെന്ന് പറയാം. ഇത് വാടാ ഗുഡാടാ ഫോറാൻ എല്ലാം കൊളാക്കണമൊക്കെ. ഞങ്ങൾക്ക് കളിക്കണേ ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും സാവിയോളൊക്കെ കിട്ടി. അവനൊരു ഗോൾ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗോൾ അടിച്ചപ്പോൾ നമുക്കായതുകൊണ്ട്
നമ്മൾ ടച്ച് എടുത്തപ്പോൾ പിടിച്ചതെന്തിനാ വെച്ചാൽ സാവിയോള ബോളായിട്ടോടും. അപ്പോൾ മാർസലോണൊന്നും ഇല്ല മോനെ. ഡബിൾ ടച്ച് എടുത്തേ. ഇപ്പം ഡബിൾ ടച്ച് എടുക്കാത്ത അഡ്വാൻസറിൽ പിന്നെ ഡബിൾ ടച്ചിന് കുറച്ച് പണിയാറുണ്ട്. നല്ലൊരു ഫേക്ക്. ഗോള്. ഈസി ഗോൾ. സാവിയോള ഒന്നും കെട്ടടിച്ചാൽ തിരിച്ചടിക്കാൻ സാവിയോള ഈസ് ഹിയർ. ജാവിയർ സാവിയോള റിവ്യൂ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഗോൾ അടിച്ചിട്ടേ പോകുള്ളൂ എന്നുള്ള വാശിയുണ്ട് മോനെ. ഫെർണാണ്ടോ സാവിയോളൻ്റെ സെലിബ്രേഷൻ ഒരേതാണ്. സ്കില്ലൊക്കെ എടുത്ത് ഗോൾ അടിച്ചാണ് അത് കിടിലം ഗോൾ തന്നെയാണ് സാവിയോളുടെ ആകാന്നുള്ളത്. ഇനി ഓൻ്റെ കൈക്കുള്ള ടച്ച് ബോൾ എടുക്കാൻ കുറച്ച് ടൈം കൊടുക്കും. അതായത് നമുക്ക് നോക്കാം, ബോൾ എടുത്തിട്ട് വേണം. സെക്കൻഡ് ഹാഫ് ആയതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ നമുക്ക് അവിടെ അടച്ച്, അതുകൊണ്ട് നമ്മൾ ടെക്നിക്ക് പോയി കളിച്ച് ബോളൊക്കെ സാവിയോളിൻ്റെയൊക്കെ തന്നെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ കലഹങ്കൂലാണെങ്കിൽ എല്ലാം കൂടെ അങ്ങനെ ഇങ്ങനെ എടുക്കാനും നമ്മൾ സമ്മതിച്ചിട്ടില്ല. ബോൾ ലാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ സാവിയോള എന്താ ഇത് ചെയ്യാതെ എനിക്ക് എന്തായാലും പ്രശ്നമുള്ളൂ. സാവിയോള ഡബിൾ ടച്ച് ഇടില്ല. ഡബിൾ ടച്ച് ഇടാനും വേണ്ടി ഞാൻ കുറേ ഇവിടെ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ആവുന്നില്ല ഗൈസ്. സാവിയോളൊക്കെ ഇടുന്നുണ്ട്. ജാവിയർ സാവിയോള ആടാ നമ്മൾ സ്പ്രിൻ്റ് വെച്ചാണ് കളിക്കണേ. ആടാ ഗുഡ് ഫേക്ക്. അത് ഈ കലഹങ്കൂല് പെട്ടെന്ന് എടുക്കും ഗൈസ് ബോള്. അങ്ങനെ ഇങ്ങനെയും ഒക്കെ നമ്മൾ സമ്മതിക്കില്ല. ആടാ ഗുഡ് സാവിയോള നല്ല ഇങ്ങനെ. ആടാ കലഹങ്കൂല് എടുത്തടാ. ഈ കലഹങ്കൂല് ആൾ ശരിയല്ല കേട്ടാ. നേരത്തെ ഡ്രിബിൾ ചെയ്തൊരു ഗോൾ അടിക്കാൻ നിൽക്കുമ്പോൾ അവന് സെൻറ്റർ ഫോർവേഡാണ്, വേറെ പൊസിഷന് വേണ്ടേ. അപ്പോൾ വേറെ പൊസിഷനിൽ ഇങ്ങനെ നല്ലങ്ങനെ കളിച്ച് നോക്കിയതാണ്. ഇതാവോ അവസ്ഥ ഞാൻ അറിഞ്ഞ എങ്കിലും സാവിയോളൊക്കെ കിട്ടിയിട്ട് നമ്മൾ നിൽക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതാ സ്ക്രിപ്റ്റ് തുടങ്ങി. കളി കഴിയാൻ നേരത്തുള്ളൊരു ഗോൾ ഇപ്പോൾ വരും. ഭാഗ്യത്തിന് കിട്ടിയിട്ടുണ്ട്. 89 മിനിറ്റായി. 90 മിനിറ്റായി കളി കഴിഞ്ഞു. സാവിയോള കിടിലം കളി തന്നെ കാഴ്ച വെച്ചിട്ടുണ്ട്, ഒന്നും പറയാനില്ല. സാവിയോള കിടിലം ഒന്നും പറയാനില്ല, സീനാണ് സാവിയോള. പിന്നെ സാവിയോള ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ എന്ന് നോക്കണം ഗൈസ്. സാവിയോള ഇവിടെ മാത്രമേ നിൽക്കുള്ളൂ. സാവിയോള ഇവിടെ രണ്ടുപേരും നിൽക്കും. പക്ഷെ നമ്മൾ പൊസിഷൻ്റെ ഇതിനെ കുറച്ച് വേറെ എവിടെയെങ്കിലും കൊടുക്കണം. എന്തായാലും അതിപ്പോൾ തന്നെ ചെയ്തേക്കാം. നമുക്ക് മതി. ലെഫ്റ്റ് മതി. റൈറ്റ് ഫുട്ടല്ലേ അതാണ് വെച്ച്. റൈറ്റ് ഫുട്ടിനാവും, അല്ലാതെ അങ്ങനെ ആവണം. അത് മതി കിടിലം. നമുക്ക് സാവിയോളെ കൊണ്ട് കുറേ റാമ്പിഷൊക്കെ വരാനുണ്ട്. അതിലൊക്കെ സാവിയോളാണ് മെയിൻ താരം. ഏതായാലും ഇതൊക്കെ കളിച്ച കേട്ടോ. ഫൈനൽ ഫേസ്ബുക്കായി ഇനിയൊരു മാച്ച് ജയിച്ചിട്ടുണ്ട് ഇവരൊരു കുട്ടീനും. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പോണേ, ടാറ്റാ.